13th question. A manufacturer of biscuits is considering making 4 types of gift packs containing 3 types of biscuits. അപ്പം 3 ഗിഫ്റ്റ് പാക്കറ്റ്സ് ആണ് എ, ബി, സി, ഡി. ഈ ഓരോന്നിൻ്റെ അകത്തും 3 തരം ബിസ്ക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓറഞ്ച് ക്രീം, ചോക്ലേറ്റ് ക്രീം, വേഫേഴ്സ്. മാർക്കറ്റ് സ്റ്റഡി വെച്ചിട്ട് ഓരോ ഗിഫ്റ്റ് പാക്കറ്റിൻ്റെ അകത്തും ഒരു വരേണ്ട ചോക്ലേറ്റ് ക്രീം എത്രയാണ്, ഓറഞ്ച് ക്രീം എത്രയാണ്, വേഫേഴ്സ് എത്രയാണെന്നുള്ളൊരു ലിസ്റ്റാണ് ടേബിളിൽ തന്നിരിക്കുന്നത്. അപ്പം അവിടെ പറഞ്ഞേക്കുന്നത് എയുടെ കേസിലാണ് എങ്കിൽ നോട്ട് ലെസ് ദാൻ 40% ഓഫ് ഓറഞ്ച് ക്രീം. അപ്പോൾ എയുടെ മൊത്തം ഇതിൻ്റെ അകത്ത് നിന്ന് മിനിമം 40% എങ്കിലും ഓറഞ്ച് ക്രീം ആയിരിക്കണം. മിനിമം പിന്നെ നോട്ട് മോർ ദാൻ 20, അപ്പം മാക്സിമം 20% ചോക്ലേറ്റ് ക്രീം പാടുള്ളൂ. വേഫേഴ്സ് മിച്ചമുള്ള എത്ര വേണമെങ്കിലും വരാം. അങ്ങനെയാണ് എയുടെ. അങ്ങനെ ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. പിന്നെ ഓരോ ബിസ്ക്കറ്റിനും 1 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മാനുഫാക്ചറിങ് കോസ്റ്റും പിന്നെ ഓരോന്നിൻ്റെ പ്ലാന്റിൻ്റെ ആ ഒരു റെസ്ട്രിക്ഷനും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതിനെ ഒരു പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് പോലെ ഇതിനെ നമ്മളൊരു മോഡൽ ഫോർമുലേഷൻ ഉണ്ടാക്കണം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്ത് ഓരോ ക്വാണ്ടിറ്റി, അതായത് ഓറഞ്ച് ക്രീം ഉണ്ട്, ചോക്ലേറ്റ് ക്രീം ഉണ്ട്, വേഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ പാക്കറ്റ് 4 തരം പാക്കറ്റ് ഉണ്ട്. ഈ ഓരോ പാക്കറ്റിലും ഓറഞ്ച് ക്രീം എത്രയാണ്, ചോക്ലേറ്റ് ക്രീം എത്രയാണ്, വേഫേഴ്സ് എത്രയാണ്, ഇത് നമുക്ക് വേരിയബിൾസ് ആയിട്ട് ഡിഫൈൻ. അപ്പം ടോട്ടൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 × 3 12 വേരിയബിൾസ് വരും. അതായത് ആദ്യത്തെ എയ്ക്കകത്ത് 3 വേരിയബിൾസ്, ബിക്കകത്ത് 3 വേരിയബിൾക്ക്, സിക്കകത്ത് 3 വേരിയബിൾസ്, ഡിക്കകത്ത് 3 വേരിയബിൾസ്. അങ്ങനെ നമുക്ക് ആദ്യം വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഫോർ ഗിഫ്റ്റ് പാക്ക് എ, പാക്ക് എയ്ക്കാണെങ്കിൽ നമുക്കതിനെ AOC എന്ന് എടുക്കാം. എയുടെ ഓറഞ്ച് ക്രീം എത്രയെന്നുള്ളതിന് A,OC എന്ന് എടുക്കാം. നമ്പർ ഓഫ് കിലോഗ്രാംസ് ഓഫ് ഓറഞ്ച് ക്രീം ബിസ്ക്കറ്റ് ഇൻ എ. ഇനി അടുത്തത് ACC, ചോക്ലേറ്റ് ക്രീമിന് നമുക്ക് ACC എന്ന് എഴുതാം. നമ്പർ ഓഫ് കിലോഗ്രാം ഓഫ് ചോക്ലേറ്റ് ക്രീം ഇൻ എ. പിന്നെ വേഫേഴ്സ് XAW, നമ്പർ ഓഫ് കിലോഗ്രാം ഓഫ് W ഇൻ എ. അത് ഇങ്ങനെ എടുത്തു. അത് നമുക്ക് എയുടെ തീർന്നു. ഇനി ഫോർ ബി, ഫോർ ഗിഫ്റ്റ് പാക്ക് ബിക്ക് XBOC, നമുക്ക് നമ്പർ ഓഫ് കിലോഗ്രാംസ് ഓഫ് OC ഇൻ ബി. XBCC എന്ന് പറയുന്നത് നമ്പർ ഓഫ് കിലോഗ്രാംസ് ഓഫ് CC ഇൻ ബി. XBW എന്ന് പറയുന്നത് നമ്പർ ഓഫ് കിലോഗ്രാംസ് ഓഫ് W ഇൻ ബി. അങ്ങനെ കൊടുത്തു. അടുത്ത ഇതേപോലെ തന്നെ സിക്കും ഡിക്കുമുണ്ട്. XCOC, XCCC, XCW, number of kilogram of OC in C, number of kilogram of CC in C, number of kilogram of wafers in C. അങ്ങനെ അതിൻ്റെ 3 വേരിയബിൾസ്. ഇനി ഡിയുടെയും കൂടെ നമുക്ക് വേണം. ഫോർ ഗിഫ്റ്റ് പാക്ക് ഡി, XDOC, XDCC, HDW, number of kilograms of OC in D, number of kilograms of CC in D, number of kilograms of വേഫേഴ്സ് ഇൻ ഡി. ഇങ്ങനെ തന്നെ എഴുതണം. ഞാനിവിടെ ഡിറ്റോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ഡിറ്റോ ഇടുവായിട്ട് ഞാൻ ബാക്കി മൊത്തം എഴുതിയേക്കുന്നത്. ഡിറ്റോ ഇടണ്ട, മൊത്തം എഴുതണേ. അപ്പം നമുക്ക് 12 വേരിയബിൾസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മോഡൽ ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ LP മോഡൽ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാക്സിമൈസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ കൊണ്ട് ഈ മാക്സിമൈസ് പ്രോഫിറ്റ് തീരത്തില്ല. കാരണം ഞാൻ അടുത്ത പേജിലോട്ട് എഴുതുവാണ്. അപ്പം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് എയ്ക്കകത്ത് എത്രയുണ്ട്, ഒരു പാക്കറ്റ് ബിക്കകത്ത് എത്രയുണ്ട്, അങ്ങനെ അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമ്മൾ XAOC. അപ്പം ടോട്ടൽ എയ്ക്കകത്ത് വരുന്ന ടോട്ടൽ ഒരു പാക്കറ്റ് എ എന്ന് പറയുന്നത് XAOC പ്ലസ് XACC പ്ലസ് XAW ആണ് ഒരു പാക്കറ്റ്. അപ്പം അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്.
അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് കിലോഗ്രാംസ് ഓഫ് ഒ സി, നമ്പർ ഓഫ് കിലോഗ്രാംസ് ഓഫ് സി സി, നമ്പർ ഓഫ് കിലോഗ്രാംസ് ഓഫ് വേഫേഴ്സ് ഇൻ എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് 20 ആണ്. അപ്പോൾ 20 ഇൻറ്റു എയുടെ മൊത്തത്തിൻ്റെ നമ്മൾ വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം 1 കിലോഗ്രാമിൻ്റെ വെയിറ്റ് പെർ കിലോഗ്രാം ആണ് തന്നേക്കുന്നത്. നമുക്ക് ടോട്ടൽ കിലോഗ്രാം ആണ് എക്സ് എ ഒ സി പ്ലസ് എക്സ് എ സി സി പ്ലസ് എക്സ് എ ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇൻറ്റു 20 ചെയ്യുമ്പം എയുടെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ അതിൽ നിന്ന് മൊത്തം ഈ വേഫർ ഓറഞ്ച് ക്രീമിൻ്റേത് അത് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് മാക്സിമൈസ് എൽ പി മോഡൽ എന്ന് പറയുന്നത് മാക്സിമൈസ് ടോട്ടൽ പ്രോഫിറ്റ് ആണ്. ടോട്ടൽ പ്രോഫിറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു എയുടെ കേസിൽ 20 ആണ് 1 കിലോഗ്രാമിൻ്റെത്. അപ്പോൾ അതിൻ്റെ അകത്ത് എത്രയുണ്ട്? എക്സ് എ ഒ സി, എക്സ് എ സി സി, എക്സ് എ ഡബ്ല്യു, ഇത്രയാണ് എ ഉള്ളത്. ഇനി ബിയുടെ വരുമ്പം 25 പെർ കിലോഗ്രാം ആണ്. അപ്പം എക്സ് ബി ഒ സി പ്ലസ് എക്സ് ബി സി സി പ്ലസ് എക്സ് ഡബ്ല്യു സി സി. ഇനി ഡിയുടെ വരുമ്പം ഒരെണ്ണത്തിന്, സിയുടെ വരുമ്പം 22 ആണ്. 22 എക്സ് സി ഒ സി പ്ലസ് എക്സ് സി 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 പ്ലസ് എക്സ് സി ഡബ്ല്യു. പിന്നെ ഡിയുടെ വരുമ്പം 12 ആണ്. 12ന് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നിട്ടില്ല, പക്ഷെ നമുക്ക് അതിൻ്റെ ഓരോ കമ്പോണൻറ്റ് വൈസ് എടുക്കണമല്ലോ. അപ്പം എക്സ് ഡി ഒ സി, എക്സ് ഡി സി സി പ്ലസ് എക്സ് ഡി, ഇവിടെ ഡബ്ല്യു വരുന്നത്, എക്സ് ഡി ഡബ്ല്യു, ഇത്രയാണ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി ഓരോന്നിൻ്റെയും കോസ്റ്റ് പ്രൈസ് ഉണ്ട്. ഒ സി മൊത്തം 1 കിലോയ്ക്ക് 8. മൊത്തം എത്ര ഒ സി വരും? എയ്ക്കകത്തുണ്ട്, ബിക്കകത്തുണ്ട്, സിക്കകത്തുണ്ട്, ഡിക്കകത്തുണ്ട്. അത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് 8 ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പം -8 ഇൻറ്റു മൊത്തം ഓറഞ്ച് ക്രീമിൻ്റെത് വരുമ്പം എക്സ് എ ഒ സി, എയ്ക്കകത്തുള്ളത്, ബിക്കകത്തുള്ളത്, സിക്കകത്തുള്ളത്, ഡിക്കകത്തുള്ളത്, ഇത്രയും കുറയ്ക്കണം. -8 ഇൻറ്റു, അതുപോലെ തന്നെ 9 ഇൻറ്റു ഓറഞ്ച് ക്രീം, -9 ഇൻറ്റു എക്സ് എ ചോക്ലേറ്റ് ക്രീം, ഓറഞ്ച് അല്ല ചോക്ലേറ്റ്, എക്സ് ബി സി സി പ്ലസ് എക്സ് സി 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 പ്ലസ് എക്സ് ഡി സി സി, അത് ചോക്ലേറ്റ് ക്രീം. ഇനി വേഫേഴ്സിന് 7 rupees ആണ്. അപ്പം -7 ഇൻറ്റു എക്സ് എ ഡബ്ല്യു, എക്സ് ബി ഡബ്ല്യു, എക്സ് സി ഡബ്ല്യു പ്ലസ് എക്സ് ഡി ഡബ്ല്യു, ഇത്രയും നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഇതിനെയാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യുന്നത്. ടോട്ടൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ്, അതിൻ്റെ അകത്തെ കോസ്റ്റ് പ്രൈസ് കുറച്ചു. ഇനി ഇനി സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നെ ഇത്രയും ഉണ്ട്. സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ്. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? ഓരോ പ്ലാന്റിൻ്റെയും കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഓറഞ്ച് ക്രീമാണ് എങ്കിൽ മാക്സിമം 200 പറ്റത്തുള്ളൂ. അപ്പോൾ പ്ലാൻ കപ്പാസിറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഓറഞ്ച് ക്രീം എയുടേത് എക്സ് എ ഒ സി, ബിയുടേത് എക്സ് ബി ഒ സി, ഡിയുടേത് സിയുടേത് എക്സ് സി ഒ സി പ്ലസ് ഡിയുടേത് എച്ച് ഡി ഒ സി. മൊത്തം എത്ര കിലോഗ്രാമേ പറ്റുള്ളൂ? 200 കിലോഗ്രാമേ. അപ്പം ഇത്രയും കിലോഗ്രാംസ് എയിലുണ്ട്, ഇത്രയും കിലോഗ്രാംസ് ബിയിലുണ്ട്, ഇത്രയും സിയിലുണ്ട്, ഇത്രയും ഡിയിലുണ്ട്. അത് മൊത്തം കൂടെ ആഡ് ചെയ്യുമ്പോൾ 200 പറ്റുള്ളൂ. അതുപോലെ തന്നെ ചോക്ലേറ്റ് ക്രീമിന് 200 ആണ് റെസ്ട്രിക്ഷൻ. എക്സ് സി സി സി, എക്സ് ഡി സി സി, അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 ആയിരിക്കണം. പിന്നെ വേഫേഴ്സിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. എക്സ് എ ഡബ്ല്യു, എക്സ് ബി ഡബ്ല്യു, എക്സ് സി ഡബ്ല്യു പ്ലസ് എക്സ് ഡി ഡബ്ല്യു. വേഫേഴ്സ് മൊത്തം 150 പറ്റത്തുള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 150. ഇനി ഓരോ പാക്കിൻ്റെ, ഇത് നമ്മൾ ഓരോ പ്ലാന്റിൻ്റെയും ഓരോ കമ്പോണൻറ്റ്, ഓറഞ്ച് ക്രീം, ചോക്ലേറ്റ് ക്രീം, വേഫേഴ്സിൻ്റെ പ്ലാൻ കപ്പാസിറ്റി വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇനി ഓരോ ഫോർ ഗിഫ്റ്റ് പാക്ക് എയുടെ കേസിൽ എന്താ പറയുന്നത്? ഒ സി എന്ന് പറയുന്നത് എക്സ് എ ഒ സി, എക്സ് എ ഒ സി എന്ന് പറയുന്നത് എയ്ക്കകത്ത് എത്ര ഓറഞ്ച് ക്രീം ഉണ്ടെന്നുള്ള, അത് ടോട്ടലിൻ്റെ 40%-നേക്കാളും കൂടുതലായിരിക്കും. നോട്ട് ലെസ് ദാൻ 40% എന്ന് പറയുമ്പോൾ മിനിമം 40 എങ്കിലും വേണം. അപ്പോൾ 40% കൂടുതൽ വേണം. എയ്ക്കകത്ത് മൊത്തം ഉള്ളത് എക്സ് എ ഒ സി, എക്സ് എ സി സി, എക്സ് എ ഡബ്ല്യു, ഇതാണ് എയുടെ മൊത്തം.
എയുടെ മൊത്തം ഇത്രയാണ് വരുന്നത്. അതിൻ്റെ അകത്തെ 40% എങ്കിലും ഇത് വേണം. അപ്പോൾ XAOC എന്ന് പറയുന്നത് ടോട്ടലിൻ്റെ 40 നോട്ട് ലെസ് ദാൻ 40% എന്ന് പറയുമ്പോൾ മോർ ദാൻ 40 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40%. അപ്പം നമുക്കത് 0.40 ഓഫ് ദിസ്. അതുപോലെ തന്നെ അതിൻ്റെ CCക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 ആയിരിക്കണം. അപ്പോൾ XACC എന്ന് പറയുന്നത് ടോട്ടലിൻ്റെ 20% കുറവോ ആയിരിക്കണം. 0.20 ഇൻറ്റു XAOC XACC XAW. ഇത് ക്ലിയർ ആണോ? അപ്പം നമ്മൾ എയുടെ ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി 4A ഇത് എയുടെ റെസ്ട്രിക്ഷൻ ആണ്. ഇത് രണ്ടും എയ്ക്കകത്ത് ഓറഞ്ച് ക്രീം മിനിമം 40% എങ്കിലും വേണം. അപ്പം ടോട്ടൽ ഓറഞ്ച് ക്രീം എയ്ക്കകത്തുള്ളത് XAOC ആണ്. ടോട്ടൽ ഇത്രയാണ്. ടോട്ടലിൻ്റെ 40% എങ്കിലും വേണം. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40%. ഇത് 20% കുറവേ പാടുള്ളൂ, അല്ലെങ്കിൽ ഈക്വൽ ടു 20%. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20%. വേഫേഴ്സിന് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇനി ഗിഫ്റ്റ് പാക്ക് B ആണ് എങ്കിൽ അതിൻ്റെ അകത്ത് തന്നേക്കുന്നത് നോട്ട് ലെസ് ദാൻ 20% ഓഫ് OC. അപ്പം XBയുടെ OC എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 20%. അപ്പോൾ അത് മിനിമം 20% എങ്കിലും വേണം. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.20 ഇൻറ്റു ബിയുടെ മൊത്തം BOC പ്ലസ് BCC പ്ലസ് XBW. അതിൻ്റെ 20% എങ്കിലും മിനിമം വേണം. നോട്ട് മോർ ദാൻ 40%. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40%. ചോക്ലേറ്റ് വേഫേഴ്സ് 40% കൂടാൻ പാടില്ല. അപ്പം 0.4 അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു XBOC XBCC XBW. അതാണ് ബിയുടെ റെസ്ട്രിക്ഷൻ. ഇത് 4B. അത് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതിയിട്ടേക്കുന്നതാണ് ബിക്ക് വരുന്ന റെസ്ട്രിക്ഷൻ. ഇനി അവിടെ ഡബ്ല്യുവിൻ്റെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി സിയുടെ നോക്കണം. സിയുടെ കേസിൽ ഓറഞ്ച് ക്രീം എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 50%. അപ്പം മോർ ദാൻ 50% എങ്കിലും വേണം. 0.50 XCOC XCCC XCW. സിയുടെ റെസ്ട്രിക്ഷൻ 50% എങ്കിലും ഓറഞ്ച് ക്രീം വേണം. നോട്ട് മോർ ദാൻ 10%. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ് ചോക്ലേറ്റ് ക്രീം. XCCC എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10% ഓഫ് ടോട്ടൽ C. XCCC XCW. ഇതാണ് റെസ്ട്രിക്ഷൻ വരുന്നത്. അതിൻ്റെ വേഫേഴ്സിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇവിടെ ഡബ്ല്യുവിനും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഡബ്ല്യുവിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയില്ല. അപ്പോൾ ഇത്രയാണ് കൺസ്ട്രെയിൻസ് വരുന്നത്. പിന്നെ എന്താണ് ഈ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ വരും. അതായത് ഈ വേരിയബിൾസ് എല്ലാം XAOC XACC XAW പിന്നെ XBOC XBCC XBW അങ്ങനെ 12 വേരിയബിൾസ്. XCOC XCCC XCW XDOC XDCC XDW all should be greater than or equal to 0. ഇതാണ് നമുക്ക് വരുന്ന കൺസ്ട്രെയിൻ. ഈ എല്ലാ വേരിയബിൾസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? ആദ്യം നമുക്ക് 12 വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ എയ്ക്കകത്ത് വരുന്നത് OC എത്ര, CC എത്രയാണ്, W എത്രയാണ് ടോട്ടൽ എയുടെ ക്വാണ്ടിറ്റി വരുന്നത്. അതിന് ഇൻറ്റു 20 എയുടെ പാക്കറ്റിന് 20 ആണ് വരുന്നത് 1 കിലോയ്ക്ക്. അപ്പോൾ ഇത്രയും എയുടേത് ഇൻറ്റു 20 ചെയ്യുമ്പം എയുടെ സെല്ലിംഗ് പ്രൈസ്. അങ്ങനെ ബിയുടെയും സിയുടെയും ഡിയുടെയും സെല്ലിംഗ് പ്രൈസ് എഴുതി. പിന്നെ ഓറഞ്ച് ക്രീമിൻ്റെ മൊത്തം 1 കിലോയ്ക്ക് ഇട്ടാൽ അങ്ങനെ എല്ലാത്തിൻ്റെ അകത്തെ ഓറഞ്ച് ക്രീമിൻ്റെ കോസ്റ്റ് വെയിറ്റ് എടുത്തിട്ട് അതിനെ ഇൻറ്റു 8 ചെയ്തു. പിന്നെ ചോക്ലേറ്റ് ക്രീമിൻ്റെ കോസ്റ്റ് 9 ആണ്. അതിന് ടോട്ടൽ എല്ലാത്തിൻ്റെയും ചോക്ലേറ്റ് ക്രീമിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ഇൻറ്റു 9 ചെയ്ത് മൈനസ് ചെയ്തു. വേഫേഴ്സിൻ്റെ കോസ്റ്റ് 1 കിലോയുടെ 7 ആണ്. ടോട്ടൽ എത്ര വേഫേഴ്സ് ഉണ്ടെന്ന് നോക്കി അതിനെ ഇൻറ്റു 7 ചെയ്ത് മൈനസ് ചെയ്തു. അതാണ് നമുക്ക് പ്രോഫിറ്റ്. പിന്നെ ഓരോ പാക്കിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ഓറഞ്ച് ക്രീമിൻ്റെയും ചോക്ലേറ്റ് ക്രീമിൻ്റെയും വേഫേഴ്സിൻ്റെയും പ്ലാന്റ് കപ്പാസിറ്റി വെച്ചിട്ട് കൺസ്ട്രെയിൻ പറഞ്ഞു. പിന്നെ പാക്ക് എ, പാക്ക് ബി, പാക്ക് സി, അതിൻ്റെ എല്ലാം റെസ്ട്രിക്ഷൻസ് പറഞ്ഞു. ഡിക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ എഴുതേണ്ട കാര്യമില്ല. പിന്നെ ഈ ഓരോ വേരിയബിൾസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം.